എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ ജൂലൈ 29-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇനി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് വേണമെങ്കിൽ ഈ ഒരു അഡ്മിഷൻ നേടിയ ശേഷം അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാവുന്നതും അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് എടുത്തു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക്, ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ EWS റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വല്ല റിസർവേഷൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകളും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ഒരു അഡ്മിഷനായിട്ട് വേണ്ടത് എന്നുള്ളത് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസും അതുപോലെ യൂണിഫോം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ യൂണിഫോമിൻ്റെ ഫീസും എടുത്തുകൊണ്ട് പോയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ അതായത് SC/ST വിദ്യാർത്ഥികൾ ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അത് പിന്നീട് നൽകിയാലും മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.